പൊതുമേഖലയിലുള്ള കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം അത് തുടരുകയാണ്. കമ്പനി പ്രതിനിധികളെയോ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് പ്രതിഷേധക്കാർ. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അനീഷ്, ഇന്നലെ വലിയ തോതിൽ അവിടെ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അത് ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ അണിനിരന്ന് വലിയ തോതിൽ നടത്തിയ ഒരു പ്രതിഷേധമാണ്. അപ്പോൾ എന്താണ് ഈ നാട്ടുകാർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ സ്വകാര്യ കമ്പനി ഏറ്റെടുത്തു എന്നുള്ളത് ശരി, പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിലൊരു സമവായത്തിലുള്ള സാധ്യത? തൽക്കാലം സമവായ സാധ്യതകളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്റ്റീൽ കോംപ്ലക്സ് എന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു സംരംഭമായിരുന്നു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് കമ്പനിക്ക് പറയാനുണ്ടായത്. ഇതേ തുടർന്നാണ് ഈ നവീകരണവും മറ്റും കാര്യങ്ങൾക്കായി കാനറ ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുക്കുകയുണ്ടായി. ഈ ലോണിൻ്റെ കുടിശ്ശിക വരികയും ഈ പണം ഈടാക്കുന്നതിനായി കമ്പനി വിൽക്കണമെന്ന് കമ്പനി ലോ ബോർഡിൽ ഈ സ്വകാര്യ ബാങ്ക് അപേക്ഷിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പിന്നീട് ഈ ബാങ്ക് ഏറ്റെടുക്കുന്ന അടക്കമുള്ള ഈ സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ചണ്ഡീഗഡ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനി അങ്ങനെ ഒരു കൺസോർഷ്യത്തിനാണ് ഈ ലേലത്തിൽ ബാങ്ക് ഈ കമ്പനി നൽകുകയും ചെയ്തത്. എന്നാൽ 300 കോടി രൂപയിലധികം ആസ്തിയുള്ള കമ്പനിയുടെ വസ്തുക്കൾ കേവലം 25 കോടി രൂപയ്ക്ക് ഈ ബാങ്ക് സ്വകാര്യ കമ്പനിക്ക് കൈമാറി എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ തന്നെ ഈ കൊച്ചി ബെഞ്ച്, ഈ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ കൊച്ചി ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ ചെന്നൈയിലെ അതിന്റെ ഉപരിഘടകത്തിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതിന് താൽക്കാലികമായി ഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള ചില നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കമ്പനി ഉടമകൾ കഴിഞ്ഞ ആഴ്ച ഈ ഇവിടെ സന്ദർശിച്ച് ഈ കമ്പനിയിലുള്ള വസ്തുക്കളുടെ ആസ്തി മൂല്യങ്ങൾ വിലയിരുത്തുന്നതിലൂടെ നീക്കം നടത്താൻ ഒരുങ്ങിയത്. പക്ഷേ അന്ന് കമ്പനി പ്രതിനിധിയോ റിസീവറെയോ ഈ കമ്പനി വളപ്പിനുള്ളിൽ കയറ്റാൻ, സ്റ്റീൽ കോംപ്ലക്സിൽ കയറ്റാൻ തൊഴിലാളികൾ സമ്മതിച്ചിരുന്നില്ല. ഈ തൊഴിലാളികൾ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് ഈ കമ്പനി ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ അനുമതി നൽകണം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സുരക്ഷ നൽകണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കമ്പനി ഉടമകൾ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികൾ സ്ഥാപനത്തിലെത്തുമെന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും നേരിട്ടെത്താൻ. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലുണ്ടായ ഉത്തരവിൽ തൊഴിലാളികൾ ഈ കമ്പനി പ്രതിനിധികളെ തടയരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. തൊഴിലാളി യൂണിയൻ പ്രവർത്തകരും തടയരുതെന്ന നിർദ്ദേശം വന്നു. അതുകൊണ്ട് ഇന്നലെ തൊഴിലാളികൾ നേരിട്ട് കളത്തിലിറങ്ങിയില്ലെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവരാണ് ഇന്നലെ പ്രതിരോധം തീർത്തത്. എന്തായാലും പലവട്ടം പോലീസ് ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാവുകയോ മറ്റൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഈ സമയത്ത് എന്നാൽ കമ്പനി പ്രതിനിധികൾ ഇന്നലെ ഈ കമ്പനി സന്ദർശിക്കാൻ എത്തിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ എത്തുമെന്ന കണക്കൂട്ടിലാണ്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയ ഇഞ്ചക്ഷൻ ഓർഡർ, അതായത് കമ്പനി പ്രതിനിധിയോ റിസീവറെയോ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന ആ ഉത്തരവിന്മേൽ ഒരു അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടൊരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ഒരുപക്ഷെ ഈ ഹർജിയിൽ തീർപ്പാകുന്ന മുറയ്ക്കായിരിക്കും റിസീവറോ കമ്പനി പ്രതിനിധിയോ ഇന്ന് സ്റ്റീൽ കോംപ്ലക്സിലേക്ക് വരാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാവും ഇന്നും കളമൊരുങ്ങുക. കോഴിക്കോട് നിന്ന് അനീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റീൽ കോംപ്ലക്സ് അവിടെ സ്വകാര്യവൽക്കരിക്കുന്നതിൽ വലിയ പ്രതിഷേധം തുടരുന്നു എന്നാണെങ്കിലും അത് ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് അനീഷ് പറയുന്നത്.